എല്ലാവരും ഒരുമിച്ച് Hey guys, it's me Amrita Yeshdas and welcome back to my channel. So ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മളൊരു വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാലക്കാട് പോവാണ്. അപ്പം ആക്ച്വലി മമ്മിയുടെ ഒരു ഗെറ്റ് ടുഗദർ ആണ്, മമ്മിയുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ആണ്. അതിൽ ഒരാള് നമ്മുടെ കാറിലുണ്ട്, ഒരു ആൻറ്റി. ഹായ് ആൻറ്റി. ആൻറ്റി ഹായ് സബ്സ്ക്രൈബേഴ്സിനോട്. അപ്പോൾ ഇത് അംബിക ആൻറ്റിയാണ്. ബാക്കിയുള്ളവർ മുന്നിൽ ഇതാവണു, അവര് മുമ്പിൽ പോകുന്നുണ്ട്. ഞങ്ങള് ഇത് ഇവിടെ നിന്ന് ഏത് വഴിക്ക് പോണം? വിയൂര് വഴി ഒക്കെ ആയിട്ട്. ശരിക്കും മണ്ണാർക്കാടാണ് സ്ഥലം. അപ്പം ഇന്ന് ചുമ്മാ മീറ്റ് മാത്രമല്ല, നമ്മുടെ ഒരു ഡാൻസിന്റെ ഒരു ഇതും കൂടെ വീഡിയോ കൂടെ എടുക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുവിധം നേരവും. അപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ളവരെ ഞാനിവിടെ പോണ വഴിക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടുഗദർ ആൻഡ് വിൽ സീ റെസ്റ്റ് ഓഫ് ദ വീഡിയോ. അപ്പൊ ഞങ്ങളിത് ഇവിടെ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടെ സൗണ്ട് ഓർക്കും. അപ്പം ഇവിടെ ഇപ്പൊ ഒരു ആന്റി കൂടി ഉണ്ട്, ജിസ ആന്റി. ആന്റി ഹായ് പറഞ്ഞു. അപ്പൊ ഇവര് ഫ്രണ്ട്സ് കണ്ടതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ വടക്കാഞ്ചേരി എത്തി. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ട്. കുറച്ച് എത്ര നേരം ഉണ്ടാവും? ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി ഉണ്ട് വഴി. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന വണ്ടി അവരവിടെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ കയറിയേക്കാണ്. സോ യെസ്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഗൈസ്, അപ്പം ഞങ്ങൾ അവസാനം ഇവർ വീട്ടിലെത്തി. സോ ഗൈസ്, അപ്പം ഞങ്ങൾ അവസാനം ഇവർ വീട്ടിലെത്തിയേക്കാണ്. നല്ലോണം ദൂരം ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഹൈവേ കൂടെ വരുമ്പോൾ വലിയ കുഴപ്പമുണ്ടല്ലോ, പക്ഷേ ഇത് കുറേ ഉൾവഴി കൂടെ വന്നു, അതുകൊണ്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നീതുവിൻ്റെ വീടാണ്. നീതുവിൻ്റെ വീട് മമ്മിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പം നീതുവിൻ്റെ വീട് ഇതാണ്, കാണുന്നതാണ് വീട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒളിമ്പാളം നിറച്ച ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. അപ്പോൾ സ്ഥലമൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളൊന്ന് ഡാൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസും കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദിയർ ഹൗസ്. ഹായ്. പേര് പറ. ഇയാളുടെ പേര് പറ. ഏയ് നിക്ക്, ഹായ് പറയേ. ഒരു ഹായ് പറഞ്ഞ, ഇങ്ങോട്ട് നോക്കി പറയേ. ഹായ് പറഞ്ഞ. അവനെവിടെയാ? എല്ലാരും കൊണ്ട് ഹായ് പറഞ്ഞു. അയ്യോ, ഇവരെ പേര് പറഞ്ഞു. ഏതാടാ ആന്റി? ഒരു ഹായ് പറ. ഒരു ഹായ് പറ.
അയ്യോ നീ പറഞ്ഞോ പറയൂ നീത് പറയൂ നീതോ പറയൂ അവിടെ സാരി കെട്ടിരിക്കണോ പന്നി കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ നിറയെ വെരി ഇൻഫോർമേറ്റീവ് എന്നിട്ട് കേറിയില്ലെന്നൊക്കെ കമന്റ് വരും അതെന്നാടാ പണ്ട് ഇവിടെ ഒരു ചേട്ടൻ പന്നീനെ കൊണ്ട് അങ്ങനെ ഹായ് പറഞ്ഞ ഇന്നത്തെ ട്രിപ്പിന്റെ ഗൈഡ് നേതാവ് ലീഡർ അങ്ങനെ ഹായ് പറഞ്ഞ അങ്ങനെ ഒരു ഹായ് പറഞ്ഞ ഹായ് അപ്പം നമ്മുടെ കൂടെയുള്ള ജിസാൻറ്റിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് ഇല്ല, എന്നാലും ആൻറ്റി ഹസ്ബൻഡ് വന്നിട്ടില്ലെന്നും. അപ്പം ആൻറ്റിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ കേക്ക് മുറിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കണ കേക്ക് മുറിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. പതിനേഴ് വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ജിസയ്ക്ക് എല്ലാവിധ ആശംസകളും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി ഫുഡായിരുന്നു. ഇന്ന് നമുക്ക് അല്ലവാ വന്നോ, അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണി ഫ്രൈഡ് റൈസും ബീഫും മീനും അടിപൊളി. ബീഫ് ഒരു രക്ഷയില്ല. ബീഫ് നമ്മൾ നല്ല പെപ്പർ ബീഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റുള്ള ബീഫായിരുന്നു. ഇവളെല്ലാം വെച്ചത് അമ്മയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിച്ച് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറി ഇനി ഡാൻസ് കളിക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. വന്നോ ഡാൻസ് കളിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ റെസ്റ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഇന്ന് ഇവർ രണ്ടുപേരുമാണ്. റോസ്മോളും അല്ല അലിയിൽ വന്നു. അതിനിപ്പോൾ എന്താ റോസ്മോളും നീതു ആണ്. അപ്പം നീതുമാണ്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ആക്ച്വലി കുറച്ച് ലേറ്റായി, കാരണം ഞങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ ഡ്രസ്സ് ഇടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷെ ഉദ്ദേശിച്ച പോലെ ഇട്ടത് 3-4 മോഡൽ കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച പോലെ ആയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് തെറ്റാ.
അപ്പോൾ ഞങ്ങളിത് ഡാമിൻ്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി. അപ്പോൾ പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡാമിനെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല, ബിക്കോസ് ഡാൻസിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കംപ്ലീറ്റ് വ്ളോഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള നിതിനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ചാനലിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറിയിട്ട് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം കംപ്ലീറ്റ്ലി കാണാം. ഈ റോഡൊക്കെ മോശം കാരണം അടുത്തിട്ടുണ്ടാവില്ലേ? റോഡ് ഞങ്ങളുടെ വണ്ടിക്ക് പറ്റിയ റോഡല്ല, അല്ല. അത് ഞങ്ങള് വണ്ടി ഇതാണ് കേട്ടോ, കാണിച്ചുതരാം. വണ്ടിയിലേ നിങ്ങള് ഒരു കുളം ഉണ്ടായിരുന്നു, കുളം പോലത്തെ നിങ്ങൾ സൈഡിൽ കൂടെ പോയി, ഞങ്ങൾ സൈഡിൽ കൂടെ പോയി. പക്ഷെ ഞങ്ങളുടെ ഇത് ടയർ അത് സ്കിഡായി. ഓക്കെ, അപ്പൊ മമ്മിയുടെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ. നിങ്ങൾ ഏത് ബാച്ചാ? 92 ബാച്ചാണ്. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു. കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ആസ്വദിച്ചു എന്നല്ലാണ്ട് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഓക്കെ, സോ ഹേ ഗൈസ്, അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ഡാമിൽ നിന്ന് തിരിച്ചു പോവാണ്. ഇതാണ് ഞങ്ങളുടെ പിള്ളേർ സെറ്റ്. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പോൾ പകുതി ഒരു ഡാം കാണാൻ പോയി. ഞങ്ങൾ ഡാൻസ് കളിക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്രാവശ്യം കണ്ടില്ല, അടുത്തൊരു പ്രാവശ്യം വരാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിരിയാണ്, ഇനി തിരിച്ച് തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഡാൻസ് എടുത്തു. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഡാൻസ് കളിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുറേയൊക്കെ ഞങ്ങൾ ബിഹൈൻഡ് ദ സീനും നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഭയങ്കര ലേറ്റായി തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വഴിയുണ്ട് വീട്ടിൽ നിന്ന് ഇവിടേക്ക്. അപ്പോൾ ഇനി തിരിച്ചും എത്തുമ്പോൾ നല്ലോണം ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. സോ ഗൈസ്, അപ്പം ഞങ്ങളിത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആഫ്റ്റർ എ വെരി ലോങ് ജേർണി. അപ്പം പണി പറ്റിക്കാതെ നല്ല കുട്ടിയായിട്ട് എല്ലാ കുണ്ടും കുഴികളും ചാടി ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഒരു കുണ്ടും കുഴി പോലും ഞങ്ങൾ മിസ് ചെയ്തില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. പക്ഷെ വിചാരിച്ചേക്കാളും കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. പിന്നെ പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. കാരണം ഈ ഒരു ഫ്രണ്ട്സ് മീറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതും ഓൾഡ് ബാച്ച് 92 ബാച്ച്. അപ്പം 92 ബാച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ ലോങ്. അപ്പം ആ മീറ്റപ്പും പിന്നെ നമ്മുടെ ഡാൻസിൻ്റെയും ഒക്കെ എല്ലാം കൂടി ഇറ്റ് വാസ് ലൈക്ക് ഗുഡ് ഡേ, വെൽ സ്പെൻഡ് എന്നൊക്കെ പറയാം. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി നല്ല ടയേർഡാണ്. ഔട്ടർ പറയാൻ പറ്റുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് പോയ ഡാമിൻ്റെ പേര് കാഞ്ഞിരപ്പുഴ ഡാം എന്നാണ്. അടിപൊളി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട വൈബാണ്. ആഫ്റ്റർ 4:35 ഒരു കട്ട വൈബാണ് അവിടെ. അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് വീഡിയോയിലുണ്ടായിരുന്ന നിതിൻ്റെ ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. ട്രോൾ ടെക് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ചാനലിൻ്റെ പേര്. ഞാൻ ലിങ്കും ഡിസ്ക്രിപ്ഷനൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഒരു വ്ളോഗ് അവൻ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ആ ഡാമിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് പോയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്കിൽ കയറി അത് കാണുക. ആൻഡ് പറ്റുവാണെങ്കിൽ വിസിറ്റ് ചെയ്യുക. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് പ്ലേസ്. അപ്പം ഡ്രൈവ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് പോയി വരാവുന്നതല്ലോ. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ഡേ ഒരു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വിത്ത് മൈ സിസ്റ്റർ ഹിയർ, മൈ മദർ ഹിയർ. അതെ, അപ്പോൾ അടിപൊളി ദിവസമായിരുന്നല്ലോ മീ. അടിപൊളി അതെ, അടിപൊളിയാവുമല്ലോ. കാരണം ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പ് ആയിരുന്നല്ലോ. ഓക്കെ, സോ ഹിയർ വി ആർ സൈനിങ് ഓഫ്. ആൻഡ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ അമൃത സൈനിങ് ഓഫ് മൈ ചാനൽ.